कामगार लोकांना हिरव्या कलरचा साप दिसलेला आहे. നമ്മൾ വന്നപ്പോൾ ആ ഹോളിനകത്തുനിന്ന് ചാടിപ്പോയതാണ് ഈ തവള. സൂപ്പറായി. ഹസീരോ മടിച്ചിക്ക് ഹാവ് 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 നമോ इरुळा ഇരുള हां ഹിന്ദി മേ डोरिया. എനിക്കിതുവരെ അവിടെ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമസ്കാരം. നമ്മുടെ അനിൽജിയോടൊപ്പവും നമ്മുടെ എന്താ പറയുക നവീൻജിയോടൊപ്പമുള്ള യാത്ര, പൂനെയിലെ യാത്ര. ഇന്ന് നമ്മൾ ലൊക്കേഷൻ നാന്ദെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നടന്നൊക്കെയാണ് എത്തിയത്. അവിടെ വരുന്ന വഴിയൊക്കെ കുറച്ച് കച്ചടയും പിന്നെ വെയിലും പൊടിയും ഒക്കെ ആയിട്ട് നമ്മളിവിടെ ഏകദേശം 38 ഡിഗ്രി ചൂട് ആയി കഴിഞ്ഞു. നമ്മളെ നാട്ടിൽ അത്രയും ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല ചൂടുണ്ട്. ചുണ്ടൊക്കെ വരണ്ട് തുടങ്ങി, നെറ്റിയിൽ ഇങ്ങനെ കുരുവൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ എന്തായാലും സമയങ്ങൾ നമുക്ക് വേണ്ടി ആ ഹൗസ് ഓണർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. नमस्कार साहब जी. नमस्कार. नमस्ते. नाम क्या है? राजेंद्र. अच्छे. पूछिए कहाँ से दिखा. आमच्या शेताचे काम करत असताना इथं कामगार लोकांना हिरव्या कलरचा साप दिसलेला आहे. त्या दगडाखाली तो ना लकड़ी का है. ഓ ഇതൊക്കെ ഹോൾ കാന്ത തബളെല്ലാം ഓടുന്നുണ്ട്. ഓഹോ തവള പോയിനകത്ത് അല്ലേ. അതിങ്ങടുത്ത് അടിപൊളി. അതിനകത്ത് പോയതാ. ഇവിടെ ചാടിയതാ. അതിനകത്ത് ചാടിപ്പോയതാ. ഓഹോ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത്, നമ്മുടെ സാബ്ജി പറയുന്നത്, ഒരു ചെറിയ സാധനം ഇതിനകത്തേക്ക് ഈ കല്ലിൻ്റെ അടിയിലുള്ള ഹോളിലേക്ക് ഇറങ്ങുമ്പോൾ ശരിയായിരിക്കും. കാരണം എന്നറിയാം, ഇപ്പം നമ്മൾ വന്നപ്പോൾ ആ ഹോളിനകത്തുനിന്ന് ചാടിപ്പോയതാണ് ഈ തവള, ഫ്രോഗ് ചാടിപ്പോയി. അപ്പോൾ അതിൻ്റെ ഭക്ഷണമാണിത്. തവള ഇതിൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ അതായിരിക്കും അദ്ദേഹം ചാടിപ്പോയെന്ന് പേടിച്ചിട്ടായിരിക്കും ചാടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് പൊക്കി നോക്കാം. അടിപൊളി. സൂപ്പർ സൂപ്പർ. ഹൽജി ग्रीन किल बैक है. दिस शकेल किल बैक. hey different hey super. അപ്പോൾ എന്തായാലും സൂപ്പറായി. കാരണം എന്നറിയാം, ഇദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഇദ്ദേഹം എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ കീൽ ബാക്ക് നോക്കുള്ളൂ. ഗ്രീൻ കീൽ ബാക്ക് എന്ന് പറയുമ്പോൾ പച്ച നീർക്കോലി. നമ്മുടെ നാട്ടിൽ ചെക്കേൽഡ് കീൽ ബാക്ക് സ്നേക്ക്. ചെക്കേൽഡ് കീൽ എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക്, നീർക്കോലിയാണ്, പൊളവനാണ്, വാട്ടർ സ്നേക്കാണ്. പക്ഷേ ഇത് അതല്ല. ഇത് ആ ഫാമിലി തന്നെ നമ്മുടെ നാട്ടിലില്ല. ഇതിപ്പോൾ ഇവർക്കിത് കോമൺ ആണ് അല്ലേ. കോമൺ. അടിപൊളി. ഇവിടെ നമ്മുടെ നാട്ടിലില്ലാത്ത ഇവിടെ കോമൺ. ഇവിടെ ചുമ്മാ കാണാൻ പറ്റുന്നതാണ് ഈ ഗ്രീൻ ഗിൽ ബാക്ക്. അവിടെയോ കർണാടകത്തിൽ കോമൺ. അടിപൊളി. നമുക്കില്ല. അപ്പോൾ ഇത് ചെക്കേൽഡ് ഗിൽ ബാക്ക്. പക്ഷേ ഈ റെഡിഷ് കളർ റെഡ് ഇത് എനിക്ക് തോന്നുന്നത്, എനിക്ക് നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ളതിനെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ചെക്കേൽഡ് കീൽ ബാക്ക്. സാധാരണ നമ്മുടെ നാട്ടിൽ ചെക്കേൽഡ് കീൽ ബാക്ക് എന്ന് പറയുന്നതിനാണ് ഇവിടെയും കീൽ ബാക്ക്, ചെക്കേൽഡ് കീൽ ബാക്കിന്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഒരു സംഭവം നോക്കിയുള്ളതായി നോക്കൂ. ഈ നടുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഓറഞ്ച് വൈറ്റ് ഗ്രീൻ. അപ്പോൾ നോക്കിയാൽ അടിയിൽ വൈറ്റ്, സൈഡിൽ ഓറഞ്ച്, മേളിൽ ഗ്രീൻ. അപ്പോൾ ചെക്കേൽഡ് കീൽ ബാക്ക് എന്നാണ് പുള്ളിക്കാരൻ. പക്ഷേ നമ്മുടെ അവിടെ ഇത് അപൂർവമാണ്. നമ്മുടെ ഇത് എനിക്ക് നല്ല കണ്ടിട്ടുണ്ട്. ഇത് അപൂർവമാണ്. എന്തായാലും നമ്മുടെ പൂനെയിലെ യാത്ര നമുക്ക് ഒരിക്കലും നമ്മുടെ അനിൽജിയോടൊപ്പമുള്ള യാത്ര അല്ലെങ്കിൽ നമ്മുടെ നവീൻജിയോടൊപ്പമുള്ള യാത്ര വരുന്നത്, നമ്മൾ എത്രത്തോളം ഇവിടെ നിൽക്കുന്നുവോ അത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള അതിഥികളെ നമുക്ക് കിട്ടി. നോക്കൂ, നമ്മൾ ആ കല്ല് മാറ്റിയപ്പോൾ ഇത് രണ്ടും രണ്ട് ടൈപ്പാണ്. രണ്ട് ഫാമിലി എന്ന് പറയുന്നില്ല, ഒരു ഫാമിലി തന്നെയാണ്. ഇപ്പം നമ്മളെയൊക്കെ പോലെ ഞാനും അനിൽജിയും പോലത്തെ കളർ, നവീൻജി പോലത്തെ കളർ. അപ്പോൾ ഒരു ഫാമിലി തന്നെ ഉണ്ടാവുന്ന രണ്ട് അതിഥികൾ. हाँ जी काटा है
नहीं नहीं है तो स्मेल ले भाई സ്മെല്ല് നോക്കുക നമ്മളവിടുത്തെ കീൽ ബാക്കിനെ പോലെയല്ല തല നോക്ക് തല ഒരു കുഞ്ഞു തല കുഞ്ഞു കണ്ണ് നോക്കിയുള്ളൂ ഒരു കുഞ്ഞു കണ്ണ് ഇതാ നോക്കിയുള്ളൂ കുഞ്ഞു കണ്ണ് കുഞ്ഞൻ അതിലുപരി നോക്കുതാ സൈഡിൽ കൂടിയാണ് ആ വര ഈ റെഡ് കളർ നമുക്ക് എന്തായാലും പുള്ളി പറയുന്നത് ഇവിടുത്തെ ചെക്കകളുടെ കീൽ ബാക്കാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ചെക്കകളുടെ കീൽ ബാക്ക് നമ്മൾ കണ്ടിട്ടില്ല ഇത് നമ്മളന്ന് കർണാടകത്തിൽ ചെയ്ത അതേ സെയിം അതും എനിക്ക് തോന്നുന്നത് നവീൻ ജി ഇത് ഏകദേശം ഈ സൈസ് ഉണ്ടായിരുന്നു അല്ലേ ഈ സൈസ് ഉണ്ടായിരുന്നു അല്ലേ നോക്കുതാ സെയിം നീർക്കോലികളുടെ വർഗത്തിൽപ്പെട്ടു വരുന്ന ഒരിനം പാമ്പാണ് പച്ച നീർക്കോലി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിന് പച്ച നിറമാണ്. ഇവയെ ഗ്രീൻ കീൽബാക്ക് എന്നും ലീഡ് കീൽബാക്ക് എന്നും വിളിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ മുളമണ്ഡലി ആയും പച്ചില പാമ്പായും തെറ്റിദ്ധരിക്കാറുണ്ട്. പച്ച നീർക്കോലികളെ തിരിച്ചറിയുന്നത് ഇവയുടെ വട്ടത്തിലുള്ള കൃഷ്ണമണികളിലൂടെയാണ്. മാത്രവുമല്ല കണ്ണുകളുടെ വലിപ്പം താരതമ്യേന കൂടുതലും വാലിന്റെ നീളം കുറവുമായിരിക്കും. തല നീണ്ടിരിക്കുന്നുവെങ്കിലും വായ്ഭാഗം പച്ചിലപ്പാമ്പിന്റേത് പോലെ കൂർത്തതായിരിക്കും. ഇവ കൂടുതലും പകൽ സമയത്താണ് സഞ്ചരിക്കുന്നത്. ഇവയ്ക്ക് മറ്റുള്ള നീർക്കോലികളെ പോലെ ഫണം ഇല്ല. വെനം തീരെയില്ലാത്ത പച്ച നീർക്കോലികൾ മറ്റ് നീർക്കോലികളെ പോലെ തന്നെ ചെറുജീവികളെയാണ് ഇരകളായി തിരഞ്ഞെടുക്കുന്നത്. മാർച്ച് ഏപ്രിൽ വരെയുള്ള കാലങ്ങളിൽ മുട്ടയിടുകയും ഏപ്രിൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് വരികയുമാണ് ചെയ്യാറുള്ളത്. ഒരേ സമയം 15ഓളം മുട്ടകളാണ് ഇടുന്നത്. പാമ്പുകളുടെ ആരോഗ്യമനുസരിച്ച് ഇടുന്ന മുട്ടകളുടെ എണ്ണത്തിലും വ്യത്യാസം വരാറുണ്ട്. സാധാരണയായി മലപ്രദേശങ്ങളിലാണ് പച്ചനീർക്കോലികളെ കണ്ടുവരാറുള്ളത് എന്ന് പറയുമെങ്കിലും ഇവയെ നാട്ടിൻ പ്രദേശങ്ങളിലും കാണപ്പെടാറുണ്ട്. വയലുകൾ, കുളങ്ങൾ, തോടുകൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പച്ചനീർക്കോലികളെ സാധാരണയായി കണ്ടുവരുന്നത്. തോട്ടുവക്കത്തുള്ള പുൽത്തകിടികളിലും ഇവയെ കാണുന്നു. ഇപ്പൊ ഇദ്ദേഹത്തിന് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടോ ഇത് ഇതുവരെയായിട്ട്? എത്ര എണ്ണം ഇതുവരെയായിട്ട്? നമ്പേഴ്സ് ये कलर होगा ना यहाँ ये कलर में हाँ मिलता है രണ്ടു ഇഷ്ടം പോലെ ഉണ്ടല്ലേ? നമുക്കവിടെ ഇല്ല. ചെക്കേർഡ് കീൽബാക്ക് പൂർണ്ണമായും ഒരു ശുദ്ധജല ജീവിയാണ് നീർക്കോലി അഥവാ ചെക്കേർഡ് കീൽബാക്ക്. കുളങ്ങൾ, തോടുകൾ, കണ്ടങ്ങൾ തുടങ്ങിയവയിലും സമീപ പ്രദേശങ്ങളിലും കൂടുതലായി കാണുന്നു. പല നിറങ്ങളിൽ കാണപ്പെടുന്നു. വെനമില്ല. 1 മീറ്റർ വരെയാണ് സാധാരണ ശരീരനീളം. തല അണ്ഡാകൃതിയിലാണ് ഉണ്ടാവുക. മേൽചുണ്ടിൽ മധ്യത്തിലായി ലംബമായ ചെറിയൊരു വെട്ട് കാണാവുന്നതാണ്. ശരീരത്തിൽ കുത്തിട്ടതുപോലെയുള്ള അടയാളങ്ങൾ കാണാം. പെൺപാമ്പുകൾക്ക് ആൺ നീർക്കോലികളെക്കാളും ശരീരവലിപ്പം ഉണ്ടാകാറുണ്ട്. ജലത്തിനടിയിലൂടെയും ഉപരിതലത്തിലൂടെയും അതിവേഗത്തിൽ നീന്തുവാനുള്ള കഴിവുണ്ട്. പ്രധാന ഭക്ഷണം തവളകളും മത്സ്യവുമാണ്. മറ്റ് ചെറുജീവികളെയും ഭക്ഷിക്കുന്നു. മനുഷ്യർക്ക് നിരുപദ്രവകാരിയായ ജീവിയാണെങ്കിലും അപകടഘട്ടത്തിൽ പെട്ടെന്ന് പ്രകോപിപ്പിക്കപ്പെടുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അപകടഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ തുടരെ കടിക്കുന്ന സ്വഭാവമുണ്ട്. ആക്രമിക്കുന്നതിന് മുൻപ് ശരീരം അല്പം പരത്തി മണ്ണിൽ ചേർന്നിരിക്കുന്ന സ്വഭാവം കണ്ടുവരുന്നു. ജലാശയങ്ങളുടെ സമീപത്തുള്ള പൊത്തുകളിലാണ് മുട്ടയിടുക. 50 മുതൽ 75 വരെ മുട്ടയിടുന്നു. മുട്ട വിരിയുവാൻ 2 മാസക്കാലം എടുക്കുന്നു. മഴക്കാലമാകുമ്പോഴേക്കും വിരിയത്തക്ക വിധത്തിലാണ് മുട്ടയിടുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറയുമ്പോൾ ഇത് കുറച്ചപ്പുറത്താണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഒരുപാട് വാട്ടർ സ്നേക്കുകളെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചില ബുക്കുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മൗണ്ടൻ വൂൾഫ് സ്നേക്ക്, മൗണ്ടൻ വാട്ടർ സ്നേക്ക്, മൗണ്ടൻ എന്താ പറയുക കീൽ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വസിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ താമസിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ടെറിട്ടോറിയത്തിനകത്ത് കാണുന്ന മലയുടെ പേരോ അല്ലെങ്കിൽ മരത്തിൻ്റെ പേരോ ഒക്കെ വെച്ചായിരിക്കും ഇതിന് പേര് നൽകിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നോക്കി 2 എണ്ണം നല്ല സൂപ്പറായിട്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നു നമ്മുടെ രാജേന്ദ്രൻ സാറ് സത്യം പറഞ്ഞാൽ കണ്ടില്ല. അപ്പോൾ പുള്ളിക്കാരന് ഒന്ന് പോട്ടെ എന്ന് വിചാരിക്കും. പുള്ളിക്കാരൻ അറിയില്ല, പുള്ളിക്കാരൻ വിശ്വാസിയാണ്. ഇവിടെ ഇത് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. അമ്പലമൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ നമുക്കറിയില്ല. ഇവിടെ വരുന്നത് നമുക്ക് എല്ലാവരും നന്നായിട്ട് വിശ്വാസികളാണ് അടിപൊളിയായിട്ട് ദൈവഭക്തരാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഭക്തരാണ്. നമ്മളൊക്കെ കഴുത്തിലൊരു 50 നൂല് നമ്മളെ കഴുത്തിലും കാണും. പക്ഷേ നമ്മളെല്ലാവരും ഭക്തന്മാരാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പാമ്പ് സർപ്പങ്ങളെയൊക്കെ ആരാധിക്കുക അല്ലെങ്കിൽ നാഗാരാധന ചെയ്യുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇതിനെ ഉപദ്രവിക്കണമെന്നൊരു താല്പര്യമില്ല. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും അങ്ങ് പോട്ടെ. ഇപ്പോൾ നമുക്ക് കാണാമല്ലോ ഈ പറമ്പുകളൊക്കെ ഇപ്പോൾ ഇത്രയും കൃഷി ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നെല്ല് കൃഷി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പണിക്കാർക്ക് എന്തെങ്കിലും ഒരു ചവിട്ടി കടി കിട്ടിയാൽ അത് അപകടമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്.
അപ്പോൾ നമുക്കിത് രണ്ടും സെയിം നീളമുണ്ട്. രണ്ടും എന്തായാലും ഒരു ജോഡിയല്ല, ഒരു പെയറല്ല, രണ്ടും വേറെ വേറെയാണ്, രണ്ടും രണ്ടാണ്. അപ്പോൾ നമുക്ക് കാണാം ഈ ഓറഞ്ച് കളർ പറഞ്ഞു, പച്ച പറഞ്ഞു, അടിയിൽ വെള്ള പറഞ്ഞു. അപ്പോൾ ഇവ വൈറ്റ്, ഗ്രീൻ, റെഡ്. ഇത് വൈറ്റ് ഗ്രീനും മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഏകദേശം 5 പ്രാവശ്യം ബൈറ്റ് കിട്ടി, 3 കോബ്ര, ഒരു റസൽസ് വൈപ്പർ, ഒരു എന്താ പറയുക ബാൻഡ് അല്ല സാധാരണ ഇന്ത്യൻ കോമൺ ക്രൈറ്റ്, എല്ലാ അങ്ങനെ 5 ബൈറ്റുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. നവീൻ ജി, ഇതിൻ്റെ ഇവിടുത്തെ മാറ്റിംഗ് ടൈം, ഇവരുടെ ടൈം ഏത് മാസമാണെന്ന് ചോദിച്ചു നോക്കും. ഞങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് പോലെയാണോ ഇവിടെ നിന്ന് അറിയാൻ വേണ്ടിയാണ്. मीटिंग टाइम किनका? 12 महीने मीटिंग, 12 महीने സബി മീൻ എല്ലാ മാസവും അങ്ങനെ മാറ്റിംഗ് ഉണ്ടാവും. മീറ്റിംഗിലുണ്ടാവും. എത്ര മുട്ട കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു അവർക്ക് ഇതിൻ്റെ കീൽ ബാക്കിൻ്റെ? कितना अंडे आपके ब्रीड किया है? खाली ग्रीन किल बैक हाँ, किल कैम भी 18 अंडे, 18 अंडे, 80 ഓ 80 18 चिकट किल बैक का अंडा वैसे ज़्यादा में होता है, हाँ 50 के आगे भी जाता है. हाँ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് कम रहता है. ഈ ചെറിയ കീൽ ബാക്കിൻ്റെ മുട്ട അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 18 എണ്ണമാണ്. പക്ഷേ അതേസമയം ചെക്കകൾക്ക് വലിയ നീർക്കോലി, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നീർക്കോലിയുടെ ആ മുട്ട കിട്ടിയിരിക്കുന്നത് 50 എണ്ണം 50 എണ്ണം വരെ കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് പക്ഷേ 180 18 വരെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ മറ്റ് വലിയ നീർക്കോലിയത് 50 വരെ 50ക്ക് മേളിലോട്ട്. ഇപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ ആലപ്പുഴയിൽ കൊണ്ടു തന്നെ അതൊക്കെ മേളിൽ പോയിട്ടുണ്ട്. പക്ഷേ അത് വസിക്കുന്നതനുസരിച്ചുള്ള സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ വെള്ളം കുറവല്ല. ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വലിയ നമ്മുടെ നാട്ടിലെ പോലെ പുഞ്ചപ്പാടങ്ങളോ കണ്ടങ്ങളോ ഉള്ള സ്ഥലങ്ങളൊന്നും അല്ല പൂനെയിൽ ഈ മേഖലയൊന്നും. അപ്പോൾ അതിന് സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സൂപ്പറായി നോക്കി. അതേ എനിക്ക് തോന്നുന്നത് അനിൽജിയുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നത്. കാരണം അത് അനിൽജിയുടെ കയ്യിൽ കൂടെ ചുമ്മാ കയറി പോകുന്ന നവീൻ ജി, ഇവിടെ ഇതിന് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു ചോദിക്കും? രണ്ടിന് क्या बोलते हैं उसको? आइडेंटिफिकेशन എത്ര പേരിൽ അറിയപ്പെടുന്നു? हाँ मराठी में मराठी ग्रीन किल बैक, മറാഠി गौत्या साहब, ഗൗത്യ സാബ്, गौत्या ഗൗത്യ गौत्या ഗൗത്യ സാബ്, गौत्या साहब. മറാഠി. ഹിന്ദി में हिंदी में हरा साहब. हरा साहब. ओ चकेल गिलबैक इंग्लिश में रैंडम हरा से ये इसको मराठी में इरुला इरुला दिवड़ा इरुला इरुला. इरुला. हाँ, हिंदी में हिंदी में इसको ढोरिया. ढोरिया. അപ്പോൾ നമ്മൾ നോക്കി നമ്മുടെ നാട്ടിൽ എത്ര ഡിഫറൻ്റ് ആണ് പേരുകൾ തമ്മിൽ. അപ്പോൾ 2 ഭാഷകളാണ് അതേ ഒറ്റയ്ക്ക് പറഞ്ഞത്, അതായത് മറാഠിയും ഹിന്ദിയും. നവീൻ ജി, ഈ പച്ച കളറുള്ള പാമ്പിനെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് അറിയപ്പെടുന്നത്? ഇതിന് ഹസീറോ മടിച്ചിക്കെ ഹാവ് എന്ന് പറയാം. ഹസീറോ മടിച്ചിക്കെ ഹൗ ഹസീറോ മടിച്ചിക്കെ ഹൗ. അമ്മോ, എൻ്റെ നാക്ക് അപാരം തന്നെ കേട്ടോ. നാക്ക് പഠിച്ചില്ലെങ്കിലും നല്ല സംസാരം തെളിയുന്നുണ്ട്. അപ്പോൾ ഇതിനോ വേറെ പേര്? ഒരേ പേരുള്ളൂ. ഒരേ പേര്. ഇതിനോ? അതിന് നീർഹാവ് എന്ന് പറയാം. നീര് വെള്ളത്തില് നീർഹാവ്. അപ്പോൾ ഇതിന് ഇപ്പം നമ്മളെ വെള്ളത്തിലെ പാമ്പ് നല്ല വെള്ളത്തിലെ പാമ്പ് വെച്ചാൽ അടിച്ച് പിറ്റായി കിടക്കുന്ന പാമ്പല്ല ഉദ്ദേശിച്ചത്. അടിച്ച് പിറ്റായി കിടക്കുന്ന പാമ്പല്ല, വെള്ളത്തിൽ വാട്ടർ സ്നേക്കായിട്ടാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളി. ഇപ്പം ഇദ്ദേഹം മറാഠി പറഞ്ഞു, ഹിന്ദി പറഞ്ഞു, ഇദ്ദേഹം നമ്മുടെ കന്നഡ പറഞ്ഞു. ഇനി നമ്മുടെ പാവം മലയാളം ഭാഷയിൽ ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വേറെ പേരുകളില്ല. കാരണം നമ്മുടെ കാണുന്നില്ല. എനിക്ക് ഇതുവരെ അവിടെ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് ചിലപ്പോൾ മലയോര മേഖലകളിലൊക്കെ പൊന്മുടിയൊക്കെ പോകുന്ന ഭാഗത്ത് കണ്ടിരിക്കാം. പക്ഷെ അത് ആരും ശ്രദ്ധിച്ചില്ല. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടിയേറി മരണപ്പെടാം. ഇതിന് നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞ പച്ച നീർക്കോലി എന്നറിയപ്പെടുന്നു. ഗ്രീൻ വാട്ടർ സ്നേക്ക്, ഗ്രീൻ കീൽ ബാക്ക് സ്നേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പറയണം. അവിടെ അങ്ങനത്തെ ഇവിടുത്തെ ബുക്കുകൾ, ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ സ്നേക്സ് ഓഫ് മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ പല പാമ്പുകളെ കുറിച്ച് അറിയാം. ഞാൻ അതിലൊരു ഗ്രൂപ്പിൽ ഞാൻ മെമ്പറാണ്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, ഗ്രീൻ കീൽ ബാക്ക് സ്നേക്കാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നീർക്കോലി. അടിപൊളി.
നീർക്കോലി അടിപൊളിയാണ് പറഞ്ഞ കേട്ടോ മലയാളം. നീർക്കോലി, വാട്ടർ സ്നേക്ക്, ചെക്കേൾഡ് കീൽ ബാക്ക്, സൂപ്പർ. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന് ഞാൻ ഹിന്ദി പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇവരെ മലയാളം പഠിപ്പിക്കുന്നത്. അടിപൊളി, സൂപ്പർ ആയിരിക്കും. അപ്പോൾ നീർക്കോലി എന്നറിയപ്പെടുന്ന, ചെക്കേൾഡ് കീൽ ബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന, നമ്മൾ പൊളവൻ എന്നൊക്കെ പല പേരിൽ അറിയാം. ഇപ്പോൾ സൈഡിൽ കറുത്ത ഡോട്ടുകളുണ്ടെങ്കിൽ പൊളവൻ. സംഭവം ഇതെല്ലാം ഒരു ഫാമിലിയാണ് യഥാർത്ഥം പറഞ്ഞ ഒരു ഫാമിലി. പിന്നെ ചില ആൾക്കാർ റിസർച്ചിന് വരുമ്പോൾ അപ്പം എന്താ പറയുക, നമ്മുടെ ഡോഗ് ഫേസ് സ്മൂത്ത് വാട്ടർ സ്നേക്കിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? എറിക്സ് ജോണി. പഴയ പേര് ഡോഗ് ഫേസ് സ്മൂത്ത് വാട്ടർ സ്നേക്ക്, ഇപ്പോൾ അതിനെ മാറ്റി എറിക്സ് ജോണി എന്നൊരു നാമം വന്നിരിക്കുന്നത്. അത് വേറെ കൊണ്ടല്ല, എറിക്സൺ എന്ന് പറയുന്ന ഒരു ഡോക്ടർ കേരളത്തിൽ വന്ന് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ട് എറിക്സ് ജോണി എന്ന അദ്ദേഹത്തിന് പേര് നൽകി. ഇതാണ് ഇപ്പോൾ നമ്മളൊരു പ്രത്യേകത. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ നോൺ വെനമസ് ആണ്, ഒരു ശകലം പോലും വെനമില്ല. ഇതിൻ്റെ ഫുഡ്, ഇവർ രണ്ടൊരു ഫുഡ് എന്താണ്? ഫിഷ്, ഫ്രോഗ്. അടിപൊളി. ഇത് ഫ്രോഗ്, തവളയാണ് പിടിക്കുന്നത്. അതാണ് ഇതിനകത്തിരുന്നപ്പോൾ ആ തവള ജീവനും കൊണ്ട് ചാടി ഓടിപ്പോയത് അതിനകത്തൂടെ. ഇത് ഫിഷിനെ പിടിക്കുന്ന ഒരു സാധനം. പിന്നെ അപൂർവമായിട്ട് വീടിൻ്റെ പരിസരത്തൊക്കെ ചെറിയ തവളയൊക്കെ കിട്ടിയാൽ പിടിക്കും. പക്ഷെ നമ്മൾ ഇതിനെ കാണുമ്പോൾ വേറെ പ്രത്യേകത ഉള്ളത്, നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മുടെ കീൽ ബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന സാധനം, തെയ്യം പാമ്പ് എന്നൊരു സാധനം. തെയ്യം പാമ്പ് എന്നറിയപ്പെടുന്ന, പടകൂടി എന്നറിയപ്പെടുന്ന അതിഥിയുടെ അതേപോലെ ഇവിടെ നിന്ന് ഇതുവരെ കളറുണ്ടാകും. പിന്നെ വാലിൻ്റെ അങ്ങോട്ട് മാർക്കില്ല. ഇവർ തലയിടുന്നവർ ഇതുവരെ മാർക്കുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ എന്തായാലും വളരെ 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 സന്തോഷം. നമ്മുടെ അൻജിയോടൊപ്പം നവീൻജിയോടൊപ്പമുള്ള പൂനെ യാത്രയിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞ പച്ച നീർക്കോലിയും അതുപോലെ എന്താ പറയുക ചുമന്ന കളറുള്ള നീർക്കോലിയുടെയും അല്ലെങ്കിൽ ഗ്രീൻ കീൽ ബാക്കിൻ്റെയും അല്ലെങ്കിൽ ചെക്കേൾഡ് കീൽ ബാക്ക് സ്നേക്കിൻ്റെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ, അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 5 പേരുടെയും നന്ദി, നമസ്തേ.